نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സന്ദർഭങ്ങളിലും തഖ്വയെ മുറുകെ പിടിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ എന്ന് സ്നേഹപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു ജല്ല ശഅ്നുഹു നമുക്കേവർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൗതികവും പാരത്രികവുമായ മുഴുവൻ അനുഗ്രഹങ്ങളും കൈവരിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ അള്ളാഹു മാപ്പാക്കി തരികയും മേലാൽ പാപരഹിതമായ ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഗുണമാണ് ക്ഷമ, സബർ എന്നൊക്കെ പറയുന്നത്, സഹനം എന്നൊക്കെ പറയുന്ന സംഗതി. ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ ആദ്യമായി ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. താൻ ലക്ഷ്യം വെക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാൻ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ കച്ചവടപരമായ കൃഷിപരമായ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഇത് അനിവാര്യമാണ്. അതുപോലെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഗുണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. അലക്ഷ്യമായി ജീവിക്കുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. എന്നാൽ ലക്ഷ്യത്തോടുകൂടി
ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. അതിലേറെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ക്ഷമ എന്ന് പറയുന്നത്, സബർ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ്, ആശ്ചര്യകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ കാര്യങ്ങളൊക്കെയും അവനക്ക് നല്ലതാണ്. അവൻ്റെ ഏത് അവസ്ഥ എടുത്താലും ഏത് കാര്യമെടുത്താലും അവനത് ഖൈറാണ്, അവനത് ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരവസ്ഥ സത്യവിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റേത് മതവിശ്വാസികളായാലും അതല്ലാത്ത പ്രകൃതി വിശ്വാസികളായാലും ഏത് വിഭാഗത്തെടുത്ത് നോക്കിയാലും ഇസ്ലാമിലുള്ള സത്യവിശ്വാസിയുടെ ഈ ഒരവസ്ഥ ആർക്കും തന്നെ ഉണ്ടാവുകയില്ല. അഥവാ പേരിലോ കോലത്തിലോ ഐഡന്റിറ്റിയിലോ അല്ല ഉദ്ദേശിക്കുന്നത്, ഈമാനുള്ള ആളുകൾ, മുഅ്മിനായ ആളുകൾ. ഈ ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്താണ്? സത്യവിശ്വാസിയുടെ ഏത് അവസ്ഥയും അവർക്ക് നന്മയാണ്. നഷ്ടം വന്നു അതും അവന് ഖൈറാൻ, ലാഭം വന്നു അതും അവന് ഖൈറാൻ. ആരെങ്കിലും അവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടായി അതും ഖൈറാൻ, മരണപ്പെട്ടു പോയി അതും ഖൈറാൻ, അവന് നല്ല സുഖമുള്ള ഒരു ജീവിതമുണ്ടായി അതും ഖൈറാൻ. എന്നാൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം അവനിലേക്ക് കടന്നു വന്നാൽ അതും ഖൈറാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സാബതുഹു സറാ, അവന് സന്തോഷമുള്ള വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ശകർ, അൽഹംദുലില്ലാ എന്ന് പറയും. അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി. കാരണം ആ ശുക്ർ ചെയ്യുമ്പോഴും അവന് പ്രതിഫലം കിട്ടുകയാണ്. വഇൻ അസാബതുഹു ദർറാ, ഇനി വല്ല പ്രയാസവും അവനുണ്ടായാൽ, ബുദ്ധിമുട്ടും അവനുണ്ടായാൽ സബർ, അവൻ ക്ഷമിക്കും, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഖൈറായിട്ട് മാറും. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്ന് പറയുന്ന ഗുണം മറ്റാരേക്കാളും കൂടുതലായി ഉണ്ടാകുന്നതാണ്, ഉണ്ടാവേണ്ടതാണ്. യഥാർത്ഥ ഈമാനുള്ളവനാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിൽ 70ഓളം സ്ഥലങ്ങളിലാണ് ക്ഷമയെക്കുറിച്ച്, സബറിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നത്. 70ഓളം സ്ഥലങ്ങളിലാണ്. അത്രയേറെ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. വാസ്തവത്തിൽ അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, പലതരത്തിലുള്ള ബേജാറുകൾ, ആശങ്ക, എന്താണ് ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത്, ആശങ്കയുണ്ടാവും, പേടിയുണ്ടാവും. അത് വസ്തുക്കളെ കുറിച്ചാവാം, സാമ്പത്തിക നഷ്ടങ്ങളാവാം, അതല്ലെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നാവാം, രാഷ്ട്രീയപരമായിട്ടാവാം, രാജ്യാന്തരങ്ങൾ തമ്മിലാവാം. ഏത് തരത്തിലുള്ള ഭയവും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി, വൽ ജൂഅ്, പിന്നെയോ പട്ടിണി, ക്ഷാമമുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും സാമ്പത്തികമായി. വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ്, പണം കുറഞ്ഞു പോവുക. കഴിഞ്ഞ വർഷം 2021 കച്ചവടമില്ല, ആളുകൾ പരാതി പറയാറുണ്ട്, വെപ്രാളപ്പെടാറുണ്ട്. എന്താണെന്നറിയില്ല, കഴിഞ്ഞ വർഷത്തെ ലാഭം ഈ വർഷമില്ല. മാർച്ച് ആകുമ്പോഴേക്കും കണക്ക് കൂട്ടുമ്പോൾ ആവലാതിയാണ്.
കഴിഞ്ഞ 2 വർഷത്തെ ലാഭം ഇന്ന് ഈ വർഷം കച്ചവടത്തിലില്ല. വനഖ്സിൻ മിനൽ അംവാൽ, അതൊക്കെ വരുമ്പോൾ സത്യവിശ്വാസി പിന്നെ ആവലാതിപ്പെടുകയോ ബേജാറാവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവനെന്താ വിചാരിക്കേണ്ടത്? സബർ, അവൻ ക്ഷമിക്കുന്നു, അതും തന്നത് പടച്ചവനാണ്, ഇത് കുറച്ചവും പടച്ചവനാണ്, എല്ലാറ്റിലും ഖൈറുണ്ടാകുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെയോ വൽ അൻഫുസ്, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ജീവിച്ച മോനെ, കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെങ്ങള്, സഹോദരി ഈ വർഷം മണ്ണിനടിയിലാണ്, ഈ വർഷം ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ പറയാറില്ലേ, ആ കുടുംബത്തിൽ 2 മരണമാണ് ഉണ്ടായത്. പിതാവിൻ്റെ മരണത്തിന് പിറകെ മകൻ മരണപ്പെടുന്നു, അല്ലെങ്കിൽ മകൾ മരണപ്പെടുന്നു. ഇങ്ങനെ പലതരത്തിലും കൃഷികളും കുറഞ്ഞു പോകുന്നു. അള്ളാഹു പറയുന്നു അവസാനം അള്ളാഹു പറയാ, ക്ഷമിക്കുന്ന ആളുകൾക്ക്, സബറുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ആ സാബിരീങ്ങൾ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്ത് പ്രയാസം വന്നാലും, ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്നാവട്ടെ, സാമ്പത്തികമാവട്ടെ, അല്ലെങ്കിൽ ശാരീരികമാവട്ടെ, എന്ത് പ്രയാസം വന്നാലും, ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് വെറുതെ പറയുന്നതല്ല, വെറുതെ എന്തെങ്കിലും സ്റ്റിക്കർ കാണുമ്പോഴേക്കും നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയല്ല അത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യം ആരോ ഒരു പോസ്റ്റ് ഇടുന്നു, മരണവാർത്ത, വളരെ കൂളായിട്ട് ശാന്തമായി സ്റ്റിക്കർ വിട്ടു അല്ലേ, എന്നിട്ട് ദുആയും ചെയ്തു, അള്ളാഹു ക്ഷമിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ സ്വന്തക്കാരനാണെന്ന്. അപ്പം സ്വഭാവം മാറി. നേരത്തെ മറ്റൊരു സുഹൃത്തിൻ്റെ ആരോ ആയിരിക്കുമെന്ന് വിചാരിച്ച് സ്റ്റിക്കർ ഇടുന്നോ തപ്പിയെടുത്തു, ആ സ്റ്റിക്കർ ഷെയർ ചെയ്തു, അപ്പോൾ സമാധാനിപ്പിക്കുന്നു. ആ സ്റ്റിക്കറിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, എന്താണ് എഴുതിയത് എന്ന് പോലും വായിക്കാൻ നോക്കാൻ സമയമില്ല, സമാധാനിപ്പിക്കാനാ. പിന്നെയാണ് അറിയുന്നത് അത് നമ്മുടെ ബന്ധുപ്പെട്ട ആരോ ആണെന്ന്. പിന്നെയോ ആ മനസ്സമാധാനം പോയി, ആ ശാന്തി പോയി. പിന്നെ ആര് പറഞ്ഞിട്ട് നമുക്കില്ല. ആ ഒരു അവസ്ഥ വരരുത്. പിന്നെയോ ഏതവസ്ഥ വന്നാലും, ഏത് പ്രയാസം വന്നാലും മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനുള്ള അത് ഹൃദയത്തിൽ നിന്ന് വരണം. അതിനുള്ള നേരത്തെ ഒരു ഈമാനികമായ തയ്യാറെടുപ്പ് നമ്മിൽ വേണം, നമ്മളെ കുടുംബങ്ങളിൽ വേണം, നമ്മളെ മക്കളുണ്ടാക്കി തീർക്കണം. നമ്മൾ പറയോ, നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ഭാര്യമാരോടൊക്കെ പറയില്ലേ, ഞാനൊക്കെ മരിച്ചാൽ നിനക്ക് വല്ല വിഷമം ഉണ്ടാവുമോ ചോദിക്കും. വിഷമം ഇല്ലാന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പിന്നെന്താ വേണ്ടത് നമുക്ക്? എന്തിനാ വിഷമിക്കുന്നത്? ഒരാൾ പോയാൽ വേറെ ആള് എന്നെങ്ങാനും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പോയാൽ എനിക്ക് വേറെ ആള് എന്നെങ്ങാനും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വാസ്തവം അത് തന്നെയാണല്ലോ. ചില ആളുകളൊക്കെ പറയും, ഞാനെന്താ ഭർത്താവ് മരണപ്പെട്ട ഉടനെ ഭാര്യമാർ പറയും എനിക്ക് കല്യാണമേ വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളായിരിക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ പിന്നെ സ്വഭാവം മാറി. ആയിക്കോട്ടെ, എന്താക്കാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടി ആവാന്നൊക്കെ പറയും, അടവ് മാറ്റും. അങ്ങനത്തെ കാപട്യമല്ല വേണ്ടത്. പിന്നെയോ ഇവിടെ സ്വന്തം മക്കളെ പഠിപ്പിക്കണം, ഭാര്യമാരെ പഠിപ്പിക്കണം. ആർക്കും ആരെക്കുറിച്ചും എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. സദാസമയവും ആ ഒരു ചിന്തയുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അവരിലേക്ക് പോവേണ്ടവരാ. വെറും ഒരു യാത്ര മാത്രമാണ്, ഒരു ഷോർട്ട് ടൈം മാത്രമാണ്, കുറഞ്ഞ സമയം, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും സമയത്ത് നമ്മുടെ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന സമയത്ത് ട്രെയിൻ വരുന്നു, കയറാൻ വേണ്ടി പറയുന്നു, സമയമായി ട്രെയിൻ വന്നിരിക്കുന്നു പറയുമ്പോൾ ഞാൻ പോകില്ല എന്നാലും പറയോ? ഇല്ല, പോയേ പറ്റുകയുള്ളൂ എന്ന് പോലുള്ള അവസ്ഥയാണ്. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബങ്ങളെ, നമ്മളെ മക്കളെ കൃത്യമായ ബോധത്തോടു കൂടി പഠിപ്പിക്കണം. മക്കളെ, ഈ ഉപ്പ ഇന്ന് നിങ്ങളെ കൂടെയുണ്ട്, നാളുണ്ടായിക്കൊള്ളണമെന്നില്ല.
നിങ്ങൾ ചെയ്യേണ്ടത് എന്താ മക്കളെ? ഈ ഉപ്പ ഖബറിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയാവുക ഞാൻ ചെയ്ത കർമ്മങ്ങളാ. മക്കളെ, ആ കർമ്മങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എന്താ? നിങ്ങളുടെ ദുആയാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ ദുആയാണ്. ഓർത്തു പോവുകയാണ്, വിദേശ സമയത്ത് ഒരു തായ്ലൻഡുകാരനായ ഒരു ഇമാമ് പെട്ടെന്ന് വേദന വരുന്നു, കുടുംബമൊക്കെ വാഹനത്തിൽ പോകുന്നു ഹോസ്പിറ്റലിലേക്ക്. നിമിഷങ്ങൾക്കകം എല്ലാം സംഭവിച്ചു പോവുകയാണ്, നിമിഷങ്ങൾക്കകം. അപ്പം അതിൻ്റെ കൂടെ മലയാളിയായ, ദുബായിൽ നടന്ന സംഭവമാണ്, അപ്പോൾ മലയാളിയായ ഒരു തൊട്ട് അപ്പുറത്തുള്ള പള്ളിയിലെ ഇമാമും കൂടെ പോയി. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു, അങ്ങനെ ഈ മനുഷ്യനെ വേദന കൊണ്ട് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. കാറിൽ ഭാര്യയുമുണ്ട്. അകത്തോട്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ ഡോക്ടർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആ പറയുന്ന രംഗം ആ മലയാളിയായ ആ സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു. ആ ഈമാനൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാവുമോ? എന്തൊക്കെയായി കാട്ടിക്കൂട്ടുക? അവിടെ ആ ഇമാമ്, ആ പണ്ഡിതൻ തൻ്റെ മക്കളെ പഠിപ്പിച്ചതാണ്, ഭാര്യയെ പഠിപ്പിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അർത്ഥം നമ്മളിത് സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന പദങ്ങളാ. ഇന്നാ ലില്ലാഹി കാണാൻ പഠിച്ചു, ഉറക്കത്തിന് പറയും. ഉറങ്ങിയ സമയത്ത് മോനെ ഇന്നാ അബൂബക്കർ അല്ലെ ഔകർച്ച പഠിച്ചു. ഉറക്കം നോക്കിയിട്ട് പറയില്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തായാലും അർത്ഥം, യഥാർത്ഥം പറഞ്ഞാൽ എന്ത് അപകടം ഉണ്ടായാലും, ഒരു കാൽ തട്ടിയാൽ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്ത് വിപത്തുകൾ ഉണ്ടായാലും, എന്ത് ആപത്തുകൾ ഉണ്ടായാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് വിശ്വാസപൂർവ്വം പറയുന്നവരായിരിക്കും. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. പിന്നൊന്നും പേടിക്കണ്ട. അങ്ങനെ പറയുന്നവരും അങ്ങനെ വിശ്വാസത്തോടു കൂടി പറയുന്നവരും പറയിപ്പിക്കുന്നവരുമാണ് എങ്കിൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം, അവർ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള സലാത്തുകൾ ഉണ്ടാവും. നമ്മളൊക്കെ നമ്മുടെ സയ്യിദായ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നവരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ചൊല്ലുന്നവരാ. ഇവിടെ ഈ ഇത്തരത്തിലുള്ള വിശ്വാസികളായ ഈമാനുള്ള ആളുകളുടെ മേൽ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, റബ്ബിൻ്റെ അവരുടെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള സ്വലവാത്തുകൾ, നന്മകൾ അവരുടെ മേലുണ്ടാവും. റഹ്മത്ത്, കാരുണ്യമുണ്ടാവും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് ഹിദായത്ത് കിട്ടിയ ആളുകൾ. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പറയുന്നവരാണ് ഉലൈക ഹുമുൽ മുഹ്തദൂൻ. നമസ്കരിക്കുമ്പോഴൊക്കെ നമ്മൾ ഹിദായത്തിനെ ചോദിക്കുന്നവരാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിർബന്ധമായും സൂറത്ത് ഫാത്തിഹയിലൂടെ നിർബന്ധമായ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നവരാ, ചൊല്ലേണ്ടവരാ. എന്താ? ഹിദായത്തിന് ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഓർമ്മ വരണം, അതിൻ്റെ വഴി എന്താ? ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇങ്ങനെയുള്ള സബറിൻ്റെ, ക്ഷമയുള്ള, വെറും പറച്ചിൽ ഞാനത് ക്ഷമിക്കും, ഞാൻ ക്ഷമിക്കുന്ന ആളാ എന്ന് വെറുതെ പറയുകയല്ല, മനസ്സറിഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി പറയുന്ന ആളുകൾ അവരാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ സദാസമയവും മുറുകെ പിടിക്കേണ്ട സംഗതിയാണ്. ഏത് സമയത്ത് ഏത് വിഷയത്തിലാണ് അത് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമല്ലേ. ആ ക്ഷമ എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്ന എന്തെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ, നമ്മെ ഉപദ്രവിച്ചാൽ, നമ്മെ ആക്രമിച്ചാൽ അതൊക്കെ ക്ഷമിക്കണം. ക്ഷമ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. സബറുൻ അലാ താഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സബർ വേണം. അതെന്താണ്? നമസ്കരിക്കാൻ പറഞ്ഞു, 5 നേരം നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തുടങ്ങി നിർബന്ധമായ ഏതെല്ലാം കൽപ്പനകളുണ്ടോ, അതേപോലെ സുന്നത്തായ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങളുണ്ടോ, ഈ താഅത്തുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സബർ വേണം.
ആ ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ തിരക്കിൽ നിന്നും സമയം മാറ്റിയെടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ, അതേപോലെ നമുക്ക് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റമദാൻ മാസം വരുന്നു, നോമ്പെടുക്കുമ്പോൾ താൻ ഇഷ്ടപ്പെട്ടു സമ്പാദിച്ച പണം സകാത്ത് കൊടുക്കുമ്പോഴൊക്കെ പ്രയാസം ഉണ്ടാവും. സഹിക്കണം, സബർ വേണം. സബറുൻ അലാ തഅത്തില്ല. പിന്നെ രണ്ടാമത്തെ സബർ ഏതാ? സബറുൻ അൻ മഹാരിമില്ല. സബറുൻ അൻ മഹാരിമില്ല. അള്ളാഹു വിലക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാനും സബർ വേണം. ഉപേക്ഷിക്കാൻ അത് ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളുമുണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളുമുണ്ട്. ഓരോന്നും നമുക്ക് എണ്ണി പറയേണ്ടതില്ല. അതെല്ലാം ഉപേക്ഷിക്കുമ്പോഴും നമുക്ക് കാര്യമായ സബർ വേണം. മൂന്നാമത് സബർ ഏതാ? സബറുൻ ഫീ ഇബ്തിലാഇല്ലാഹി വ ഖദ്രി. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പല പരീക്ഷണങ്ങളും വരും. അതേപോലെ അള്ളാഹു പല കാര്യങ്ങൾ നമുക്ക് ഖദറാക്കിയിട്ടുണ്ടാവും. അതൊക്കെ വരുമ്പോൾ വ്യക്തമായ നിലയിൽ മനസ്സമാധാനത്തോടു കൂടി സംതൃപ്തിയോടുകൂടി നമ്മളത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ആ രൂപത്തിലാണ് സബർ വരുന്നത്. ഇനി പ്രിയമുള്ളവരെ, മറ്റു രൂപത്തിൽ മനസ്സിലാക്കേണ്ടത്, ആളുകളിൽ നിന്നുണ്ടാകുന്ന നമ്മൾ ഓരോ ജീവിതം നമുക്ക് സന്തുഷ്ടമാവണമെങ്കിൽ ഈ സബർ ആവശ്യമാണ്. അത് ഏത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഏത് രംഗത്താണെങ്കിലും സബർ കൈവിട്ട് പോയാൽ അത് നഷ്ടപ്പെട്ടു പോകും. ഒരു പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ സബർ വേണ്ടേ? നല്ല മാർക്ക് വാങ്ങണം. നല്ല മാർക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? നല്ല ഉദ്യോഗം കിട്ടണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അവന് ക്ഷമ ആവശ്യമാണ്. ഉറക്കിനെ നിയന്ത്രിക്കേണ്ടി വരും. കൂട്ടുകാരെല്ലാം കളിക്കാൻ പോകുമ്പോൾ ആ കളികളിൽ ഇടപെടാൻ, അതിൽ കൂടാൻ സാധിക്കുകയില്ല. പല പ്രയാസങ്ങളും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഉറക്കമൊഴിച്ച് പഠിക്കേണ്ടി വരും, മടി വരും. അപ്പോൾ അവർ സഹിക്കുന്നു. ഇങ്ങനെയാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാലാകാല ജീവിതം മരണം മുതൽ തുടങ്ങുന്ന ജീവിതമാണ്. ആ ജീവിതം സന്തുഷ്ടകരമായി തീരാൻ, അത് അള്ളാഹു തൃപ്തിപ്പെട്ടതാവാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, ആ സ്വർഗം കരസ്ഥമാക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആ ക്ഷമ നമ്മൾ കൈവരിച്ച് മാത്രമേ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ സുബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷമ, അതുപോലെ നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ, ഒരാളൊരു വാക്ക് പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നമുക്കിഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അതിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞ ഹദീസ്, എന്ത് സഹിച്ചാലും സന്തോഷം വന്നാലും നമ്മൾ ശുക്ർ ചെയ്യുക, അപ്പോൾ അത് ഖൈറായി മാറുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ, അത് വ്യക്തികളിൽ നിന്നാവട്ടെ, സൃഷ്ടികളിൽ നിന്നാവട്ടെ, സൃഷ്ടാവിൽ നിന്നാവട്ടെ, സൃഷ്ടികളിൽ നിന്നുണ്ടാവാം, സൃഷ്ടാവിൽ നിന്നുണ്ടാവാം പരീക്ഷണങ്ങൾ. പലതും നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് കയ്പ് വരുന്ന പല അനുഭവങ്ങളും ഉണ്ടാവാം. അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പറഞ്ഞു. അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. മാത്രവുമല്ല, സബൂർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ് സബർ. സബൂർ, അള്ളാഹു ക്ഷമിക്കുന്നവനാ. അള്ളാഹു ക്ഷമിക്കുന്നത് കൊണ്ടൊക്കെ അല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവനിഷ്ടപ്പെടാത്ത ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ അള്ളാഹു അതിൻ്റെതായ ശിക്ഷ തരികയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു സബൂറാണ്. അള്ളാഹുവിൻ്റെ ആ സബർ എന്ന് പറയുന്ന സിഫത്ത് സൃഷ്ടികളായ മുഅ്മിനായ ആളുകളിലും ഉണ്ടായിത്തീരണം. അതാണ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഈ ക്ഷമ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പല രൂപത്തിലുള്ള ക്ഷമകളുണ്ട്. ചില ക്ഷമകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ശീലിച്ചതാവാം, പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. സബറുണ്ട്, മുസാബറയുണ്ട്, ഇസ്തിബാറുണ്ട്, തസബ്ബുറുണ്ട്. അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ മഅസ്സാബിരീൻ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. അത് സബറാണ്. വേറൊരു ഭാഗത്ത് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു. ഇസ്ബിറു സബർ, സാബിറു എന്താ? അത് വേറൊന്നാണ്.
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. അവിടെ തസബ്ബുർ എന്നാ പറഞ്ഞത്. സബ്ർ, തസബ്ബുർ, മുസാബറ. പിന്നെ മറ്റൊന്നുണ്ട് ഇസ്തിബാർ. വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ. ഒക്കെ ക്ഷമ എന്നർത്ഥം വെക്കുക. ഇതെല്ലാം വ്യത്യാസമുണ്ട്. സബർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ്. അത് ചിലപ്പോൾ എന്താവാം, കാര്യമായ പ്രയാസമില്ലാത്തതാവും. ചില ആളുകളെ പറ്റി പറയാറില്ലേ, മൂപ്പര് എന്തും ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ മനസ്സിനത് ബാധിക്കാറേ ഇല്ല. ആളുകൾ എന്തെങ്കിലും പറഞ്ഞു, ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹസിച്ചു, അതും വിഷയമല്ല. വേറെ ചില ആളുകളുണ്ട്, അത് ഇസ്തിബാറാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞ പലതും ഇഷ്ടപ്പെട്ടിട്ടില്ല. വ്യത്യാസമുണ്ടത്. ചില ആളുകളെ നമ്മളെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ ചില ആളുകളുണ്ടാവും. ആരെന്ത് കളിയാക്കിയാൽ മൂപ്പിച്ചിരിക്കും. മൂപ്പർക്ക് അത് വിഷയമേ അല്ല. അതുപോലെ സബറാണ്. അത് അങ്ങനെ ശീലിച്ചു പോയതാണ്. വേറെ ചില ആളുകളുണ്ട്, ഇന്നലെ ഖുത്ബയിൽ കേട്ടതാണ്, കഴിഞ്ഞ ആഴ്ച ഖുർആൻ ക്ലാസ് കേട്ടതാണ്. അപ്പം എന്ത് ചെയ്യുന്നു, ആരോ കളിയാക്കി, ചൊറിഞ്ഞു വന്നു, കടിച്ചവിടെ പിടിച്ചു. അതാണ് ഇസ്തിബാർ. ഇസ്തിബാറിന് മുമ്പുള്ള അവസ്ഥയുണ്ട്, അത് തസബ്ബുറാണ്. തസബ്ബുർ ഉണ്ടായാലേ ഇസ്തിബാർ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴാണ് പറഞ്ഞു അറിയോ, ഒരാൾ വന്നിട്ട് യാചിച്ചു, വല്ലതും സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു, പിന്നെയും കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കളെല്ലാം തീർന്നു പോയി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉപദേശിച്ചു, ഈ ഒരു രീതി നിർത്തണം മോനെ, ഈ രീതി നിർത്തണം. നമ്മളിങ്ങനെ യാചിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ യാചന തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറഞ്ഞു വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ആരെങ്കിലും ക്ഷമ വേണമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ച് സഹിക്കാൻ തയ്യാറാവുക, കടിച്ചു പിടിക്കുക, യുസബ്ബിറുഹുല്ലാഹ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകും. ആദ്യം എന്ത് ചെയ്യണം, എനിക്ക് ക്ഷമ വേണം. ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ക്ഷോഭിക്കുക, ദേഷ്യം പിടിക്കുക. ചില അഭിമാനമായിട്ടാണ് പറയാം, എനിക്ക് പിന്നെ അങ്ങനെയാ, ഞാൻ കണ്ടതങ്ങ് പറയും, വലിയ അഭിമാനമായിട്ടാണ് പറയുക. അത് സബറിനെതിരാണ്, വലിയ അഭിമാനമുള്ളതൊന്നല്ല. അത് ശരിക്കും കിട്ടേണ്ടടുത്ത് കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടേണ്ട ആളത്ത് കിട്ടുമ്പോൾ സ്വഭാവം മാറും. അപ്പോൾ പാവങ്ങൾ മുമ്പിലൊക്കെ പറയും, ആ നല്ല സ്വഭാവമല്ല. പിന്നെയോ ലോകത്തിലെ ആളുകൾ മുഴുവൻ സഹിച്ചത് തിരിച്ചു ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല. അപ്പം അത് പറയാൻ പാടില്ല നമ്മൾ. പിന്നെ എന്താ വേണ്ടത്, വമൻ യതസബ്ബർ. ആരെങ്കിലും ക്ഷമ വേണമെന്ന് വിചാരിച്ച് മനസ്സ് തീരുമാനിച്ച് അങ്ങ് ആഗ്രഹിച്ച് അയാൾ തയ്യാറാകുന്നു, യുസബ്ബിറുഹുല്ലാഹ്. അള്ളാഹു അവന് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകും. പിന്നെ പറഞ്ഞു വമൻ യസ്തഅഫിഫ് യുഇഫ്ഫഹുല്ലാഹ്. ആരെങ്കിലും എന്ത് വേണം, എനിക്ക് ഐശ്വര്യം വേണം, എപ്പോഴും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടേ നടക്കുക, അതല്ല. പിന്നെയോ ബുദ്ധിമുട്ടുണ്ട്, ആൾക്കാരുടെ മുമ്പിൽ പറയുന്നില്ല, ആളുകളോട് ചോദിക്കുന്നില്ല. വമൻ യസ്തഅഫിഫ്. അവനെന്ത് ചെയ്യുന്നു, ആ ഒരു പക്വത കാണിക്കുന്നു, ചോദിക്കാതെ പറയാതെ ഐശ്വര്യമുള്ളതുപോലെ. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. ഐശ്വര്യമുള്ളതുപോലെ എന്ത് ചെയ്യും, ഉള്ള നല്ല വസ്ത്രം ധരിച്ച് നടക്കും പരമാവധി, ആരും കാണിക്കൂല. അങ്ങനെ ഒരാൾ തയ്യാറായാൽ ഞാൻ ഐശ്വര്യമുള്ള ആളാവണം. ഈ യാചിച്ച് നടക്കുന്ന, പ്രയാസങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരെ മക്കളൊക്കെ നല്ല ജോലിയിലായാലും സ്വഭാവം മാറൂല. പണ്ടേ ശീലിച്ചതാ, മക്കളൊക്കെ നല്ല നിലയിലുണ്ടോ, പണ്ട് പാവപ്പെട്ടതായിരിക്കാം, എന്നാലും പ്രായമായ നല്ലൊരു കുപ്പായിടാൻ മടിയ, നല്ലൊരു ഷർട്ട് ഇടാൻ. എന്താ കാരണം അറിയോ, ഞാൻ വലിയ പൈസക്കാരൻ വിചാരിച്ചാലോ കിട്ടുന്നില്ലാതായി പോകും. അങ്ങനെയല്ല വേണ്ടത്. വമൻ യസ്തഗ്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഞാൻ ഐശ്വര്യവാനാണ്, ഞാൻ സ്വയം തീരുമാനിച്ച് എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നല്ല വസ്ത്രം ധരിക്കുന്നു, ഉള്ളത് നല്ലത്, അമിതമായ ദൂർത്തല്ല ഉദ്ദേശിക്കുന്നു, ഉള്ളത് നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, അൽഹംദുലില്ലാ. ആര് ചോദിച്ചാലും എന്താ അവസ്ഥ, അൽഹംദുലില്ലാ പുഞ്ചിരിച്ചുകൊണ്ട് പറയും. അല്ലാതെ അതായത് ആണെന്നും അല്ല എന്നും പറയണം. അപ്പോൾ കാണുന്ന ആൾക്ക്, കേൾക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം, പോക്കറ്റിൽ നിന്ന് കൊടുക്കാൻ തോന്നണം. ഇങ്ങനെയുള്ള കാപട്യങ്ങളാകാൻ പാടില്ല. പിന്നെയോ വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. ഞാൻ ഐശ്വര്യമുള്ള, എനിക്ക് ആരും ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ ജീവിക്കാൻ തയ്യാറായാൽ യുഗ്നിഹില്ലാഹ്, അള്ളാഹു എന്ത് ചെയ്യും, ഐശ്വര്യം കൊടുക്കും. നമ്മൾ എത്രയോ ആളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇല്ലായ്മ പറയും, എപ്പോൾ നോക്കിയാലും ഇല്ലായ്മ. എപ്പോഴും നമ്മൾ സാധാരണ പറയും പോസിറ്റീവായി ചിന്തിക്കണം, പോസിറ്റീവായിട്ട് പറയുകയും വേണം.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ്. ഒമയസ്തഗ്നി യൂനില്ല. എപ്പോഴും അൽഹംദുലില്ലാ റാഹത്താണ്, പ്രയാസങ്ങളൊന്നുമില്ല. എപ്പോഴും കച്ചവടത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പോകുന്നപ്പ കഴിഞ്ഞ വർഷത്തെ മെച്ചമില്ല എന്നല്ല പറയേണ്ടത്. അൽഹംദുലില്ലാ ശരിയാവും, കാര്യങ്ങൾ റെഡിയാവും. വീടിൻ്റെ പണി എവിടെ എത്തി? അൽഹംദുലില്ലാ ഒരു വിധമായിട്ടുണ്ട്, ബാക്കിയും ശരിയാവും. അങ്ങനെ എന്തും നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും പോസിറ്റീവായാൽ, ഇസ്തിഗ്ന ആയാൽ യുഗ്നിയില്ല, അള്ളാഹു അവനെന്ത് ചെയ്യും? ഐശ്വര്യം കൊടുത്തുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് തിരിച്ചാണെങ്കിലോ ഒരു കാലത്തും എത്ര കിട്ടിയാലും മതി വരികയും ചെയ്യുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞ ഉദ്ദേശം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗം വമയ്യതസബ്ബർ, ക്ഷമിക്കുക എന്ന് പറഞ്ഞ വെറും ക്ഷമയല്ല, തസബ്ബുർ, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, ക്ഷമിക്കാൻ തയ്യാറാകുന്നു, അയാൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യുസബ്ബിറുല്ലാ. അങ്ങനെ ശീലിച്ചാൽ എന്തവസ്ഥ വരും? ഇസ്തിബാറിൻ്റെ അവസ്ഥ വരും. ആദ്യം സബർ, പിന്നെ തസബ്ബുർ, പിന്നെ ഇസ്തിബാർ. വസ്തബിർ അലൈഹ. അത് വന്നു കഴിഞ്ഞാൽ അവൻ ശീലമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട് കുടുംബക്കാരെ കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, നീയും അതിൽ നിഷ്ഠയുള്ളവനായിരിക്കണം, ഇസ്തിബാറുള്ളവനായിരിക്കണം. ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് ശീലമായി മാറും. പിന്നെ ഉള്ളതാണ് മുസാബറ. അതെങ്ങനെയാണ്? മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴാണ്. യുദ്ധവേളയിലൊക്കെ ഇസ്ബിറു വസാബിറു വറാബിതു. ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. വസാബിറു, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ചെയ്യണം. സബർ, നാം സ്വയം ക്ഷമിക്കുന്നതാണ്. മുസാബറ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, യുദ്ധവേളയിലേക്ക് വരുന്ന രംഗങ്ങളാണ്. പിന്നെയോ വറാബിത്തു, നിങ്ങൾ സുരക്ഷ വലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. ഇനി വേറെ കാര്യം മനസ്സിലാക്കണം, ക്ഷമ ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും ഖുർആനിലൂടെയൊക്കെ ധാരാളം ഭാഗത്ത് പറയുന്നുണ്ട്, എല്ലാ പ്രയാസവും സഹിക്കണം, ക്ഷമിക്കണം, ശത്രുക്കളുടെ ഭാഗത്തുണ്ടാകുന്ന പീഡനങ്ങൾ സഹിക്കണം എന്നൊരു അർത്ഥം. എന്താ അതിൻ്റെ? ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കണം എന്നതിൻ്റെ പ്രധാന അർത്ഥം. ഒരാൾ രോഗിയാണ്, ആ രോഗിയോട് നീ ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? ചികിത്സിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല, മരുന്ന് വാങ്ങിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല. അങ്ങനെയാണ് അർത്ഥം. മരുന്ന് വാങ്ങിക്കൂ, എന്നാലും ചിലപ്പം എന്ത് ചെയ്യാം, മരുന്ന് കഴിച്ചാലും ആ രോഗം മാറാൻ സമയമെടുക്കും. അതൊക്കെ നീ ക്ഷമിക്കുക, സഹിക്കുക എന്ന അർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് എന്തോ ഒരു പ്രയാസമാണ്, ശത്രുക്കളുടെ ഭാഗത്തു നിന്നുമുള്ള ഈ ആക്രമണങ്ങൾ തീരുന്നില്ലല്ലോ, പീഡനങ്ങളാണല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ആ തിണ്ണയിൽ കിടക്കുകയായിരുന്നു. അവിടുന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ പീഡനങ്ങളാണോ എന്ന് പറഞ്ഞ് മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികൾക്കുണ്ടായ പീഡനങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിശ്വസിച്ചതിൻ്റെ പേരിൽ ശത്രുക്കളും അന്നത്തെ ഭരണാധികാരികളും പച്ചക്ക് നിർത്തിയിട്ടാണ് ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണമാക്കി മുറിച്ചത്, കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയുന്നു. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ അർത്ഥം? അവിടെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്നിട്ടും അവരുടെ ഈമാനിൽ നിന്നും ഒരു അണുമണി തൂക്കം പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നർത്ഥമാണ്. അതല്ലാതെ എന്തർത്ഥം വെക്കരുത്? ഏതവസ്ഥയിലാണെങ്കിലും ക്ഷമിക്കുക, പ്രതിരോധം വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കാനും പാടില്ല. അതും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, സാധാരണ ആളുകൾക്ക് സമ്പത്ത്, സ്വത്തുണ്ടാവാം. ജാഅ റജുലുൻ, ഒരാൾ വന്ന് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദിത ഹദീസാണ്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജാഅ റജുലുൻ യുരീദു അഖ്ദ മാലി, ഒരാൾ എൻ്റെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഖാല ഫലാ തുഅതിഹി, വിട്ടുകൊടുക്കാൻ പാടില്ല, അങ്ങ് കൊടുത്തേക്ക്, സാറില്ലടോ, പടച്ചോ വേറെ തരുന്നല്ല പറഞ്ഞു. പിന്നെയോ ഫലാ തുഅതിഹി, വിട്ടുകൊടുക്കാൻ പാടില്ല. ഖാല അറഅയ്ത ഇൻ ഖാതലനി, അങ്ങനെയാണെങ്കിൽ വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ അവൻ എന്നോട് പിടിയും വലിയുമായി എന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു, എന്നെ കൊന്നുകളയും അവൻ കൊടുത്തില്ല എങ്കിൽ, അപ്പം എന്ത് ചെയ്യണം? ഖാല ഖാതിൽഹു, നീ അത് പ്രതിരോധിക്കണം. അങ്ങനെ വന്നാൽ ഖാല അറഅയ്ത ഇൻ ഖതലനി, അങ്ങനെ അവൻ എന്നെ കൊന്നാലോ? ഖാല ഫഅൻത ഷഹീദ്, നീ രക്തസാക്ഷിയാണ്. ഖാല അറഅയ്ത ഇൻ ഖതൽതുഹു, ഞാൻ അവനെ കൊന്നാലോ? ആ സമയത്ത് പിടിയും വലിയുമായി പ്രതിരോധമായി
സ്വാഭാവികമായിട്ട് ഒരാൾ മരിക്കുമല്ലോ. അപ്പം എന്ത് ചെയ്യും? ഖാല ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. മനസ്സിലാക്കണം, ക്ഷമയുടെ അർത്ഥവും തെറ്റിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു. എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. വസാബിറു, യുദ്ധവേളയിൽ നിങ്ങൾ കാലുകൾ പിറകോട്ട് പോവാതെ, യുദ്ധവേളകളിലൊക്കെ കാലുകൾ പിറകോട്ട് പോവാതെ നിങ്ങൾ ക്ഷമിക്കണം, ഉറച്ചു നിൽക്കണം അർത്ഥം. വറാബിതു, സുരക്ഷിതമായ വലയങ്ങൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കുകയും വേണമെന്നാണ് അർത്ഥം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോന്നിച്ചുമാറാവട്ടെ. ക്ഷമയാണ് പരമാവധി വേണ്ടത്. അതിൻ്റെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ ആ രീതിയിലുള്ള ആശയങ്ങൾ മാറും എന്നും കൂടെ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും വേണ്ടത് ഈമാനാണ്. ഈമാൻ ശക്തിപ്പെടുത്തുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക. നമ്മുടെ ഈമാനും നമ്മുടെ തൗഹീദ്, നമ്മുടെ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക. പരസ്പര സൗഹാർദ്ദത്തോടു കൂടി വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും എന്നെയും നിങ്ങളും ഉണർത്തുകയാണ്. സാന്ദർഭികമായിട്ട് ഒരു വിഷയം സൂചിപ്പിക്കുകയാണ്. ക്ഷമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? പരിശുദ്ധ ഇസ്ലാം ക്ഷമയ്ക്ക് വേണ്ടി ഏതൊരു മാർഗമാണോ കാണിച്ചിരുന്നത് അതിൽ ക്ഷമിച്ചാൽ മതി. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ കരുതിക്കൂട്ടി ക്ഷമ ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു സത്യവിശ്വാസം നടന്നു പോകുമ്പോൾ അവൻ്റെ കാലിൽ ഒരു മുള്ള് തറച്ചു, അവൻ ക്ഷമിച്ചു, അവന് കൂലിയാണ്. അതിനർത്ഥം എന്താ? കുറേ വഴികളിലൊക്കെ എന്ത് ചെയ്യുക? കുറേ മുള്ളുകൾ കുത്തി വെക്കുക, നിരത്തി ഇങ്ങനെ വെക്കുക, കുറേ കല്ലും വെക്കുക, ഇതിങ്ങനെ സഹിച്ച് പോവുക എന്നാണ് അർത്ഥം? അല്ല, അങ്ങനെയല്ല. അള്ളാഹു പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് പല പ്രയാസങ്ങളുണ്ടാവും, അത് സഹിക്കണം. ഇതാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കരുതിക്കൂട്ടി എന്ത് ചെയ്യേണ്ടതില്ല, പ്രയാസം ഉണ്ടാക്കേണ്ട. ഹജ്ജിന് പോകാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. ആ ഹജ്ജിന് എങ്ങനെയാണ് പോകേണ്ടത്? വാഹനത്തിൽ പോവുക. പണ്ഡിതന്മാരായ ആളുകൾ മുഴുവനും പറഞ്ഞു, മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞു, എല്ലാവരും പഠിപ്പിച്ചു ഹജ്ജിന് പോകേണ്ടത് എങ്ങനെയാണ്. ഏറ്റവും ഉത്തമമായ രൂപം വാഹനപ്പുറത്ത് പോവലാണ്. ഇത് സമൂഹത്തെ പഠിപ്പിച്ചിട്ടും എന്ത് ചെയ്യുക? ചില ആളുകൾ അതിനെതിരെ പ്രവർത്തിക്കുക, അതിനെതിരായ രീതിയെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഏതോ ഒരാൾ നടന്ന് അങ്ങനെ മക്കത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റി, അത്രയേ ഉള്ളൂ. കുറേ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? സ്കൂട്ടർ ലോകം മുഴുവൻ കറങ്ങിടും. ഇന്നേ ഒരു വീഡിയോ കണ്ടു. 6 മാസമായി നാട്ടിൽ നിന്ന് പോയത്. കേരള രജിസ്ട്രേഷൻ സ്കൂട്ടറാണ്, പണ്ടത്തെ വർഷങ്ങൾ പഴക്കമുള്ള സ്കൂട്ടർ. ദുബായിലെത്തിയതിന് എന്താ ഉദ്ദേശം? സ്വർഗത്തിൽ പോകാനാ? അല്ലല്ലോ. അത് ഇത്ര കാലം കൊണ്ട് ഈ സ്കൂട്ടർ ലോകം മുഴുവൻ കറങ്ങിയെന്ന ഒരു പേര് കിട്ടാൻ അതാർക്കും ആവാം, ഭൗതികമായ കാര്യമാണ്. നേരെ മറിച്ച് ആഖിറത്തിന്റെ കാര്യമാകുമ്പോൾ ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ശിക്ഷ കിട്ടും. അതാണ് ഇഖ്ലാസിൻ്റെ പ്രശ്നം. അള്ളാഹുവിന് വേണ്ടി മാത്രം ആൾക്കാരെ മുമ്പിലൊക്കെ പ്രസ്താവന കൊടുത്തു, എല്ലാവരും വിളിച്ചു, ഞാനിതാ ഇങ്ങനെ ഹജ്ജിന് പോവുകയാണ്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. തിരികെ നിസ്കരിക്കാത്ത ആളാണ്. അപ്പോൾ അയാൾ പറയാം, ഞാൻ എന്ത് ചെയ്യാം, നാളെ മുതൽ നിസ്കാരം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പരസ്യം കൊടുത്ത് നിസ്കരിക്കൽ അല്ലല്ലോ, അങ്ങ് പോയാൽ മതി. അപ്പോൾ ഒന്നാമതായി ഇബാദത്താണ് എങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിൽ ചെയ്യുക. ഏതെങ്കിലും വ്യക്തി ഭൗതികമായ രീതിയിൽ ചെയ്താൽ ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇതിങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ്, ഒരു ആത്മീയ പരിവേഷം കൊടുക്കുക. നടന്നു പോകുന്ന ആളാവുമ്പോഴേക്കും അവനും അള്ളാഹുവിന് വലിയതുപോലെ അവന് കൈ മുത്തുന്നു, അവൻ്റെ കാല് മുത്തുന്നു, അവന് നെറ്റി മുത്തുന്നു. ഇരിക്കാനും നിൽക്കാനും ഒരു ഇതില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയും അന്യ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളും വേണോ? അവിടെ ആൾക്കൂട്ടം, റോഡ് ബ്ലോക്ക് ആക്കുക,
എന്തോ ഒരു ശല്യമാണെന്ന് ആൾക്കാർ പറയേണ്ട അവസ്ഥ. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ കൂടെ എന്ത് ചെയ്യാണ്, ആൾക്കാർ കൂടെ പോകുന്നു. പിന്നെ അതിൽ സംഘടനാപരമായ വാശികൾ, ഞങ്ങളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, മൂപ്പരെ ആശീർവദിച്ചത്, ഞങ്ങളാ സപ്പോർട്ട് ചെയ്തത്, അപ്പം മറ്റേ വിഭാഗം അല്ല ഞങ്ങളാണെന്ന് പറയുക. അങ്ങനെ പരസ്യമായിട്ട് ഇന്ന നേതാവ് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, അത് വീഡിയോ കാണിക്കുന്നു, എല്ലാം കോപ്രാടിത്തരങ്ങൾ. എന്തൊരു അവസ്ഥയാണ്, എന്തൊരു ദുരവസ്ഥയാണ്. അങ്ങനെ മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇപ്പോഴേ വിട്ടേക്കണം. നാളെ ഞാനും പോയാലോ, നടന്നൊരു ഹജ്ജ് അജപ്പ് ഉണ്ടായിക്കോളും. ഇത് അന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇന്ന് നാളെ പോവുകയാണെങ്കിൽ ഉണ്ടാവില്ല, അത് തീർന്നു അതോട് കൂടിയിട്ട്. രണ്ടാമത്തെ വിഷയം, ഇഖ്ലാസ് ഇല്ല എങ്കിൽ പടച്ചവൻ്റെ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല ശിക്ഷയായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നരകത്തിലേക്ക് മുഖം കുത്തിയവനായ നിലയിൽ വലിച്ചെറിയപ്പെടുന്ന 3 വിഭാഗം ആളുകൾ. അതൊരാളാരാണ്? ആളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെയ്യുന്നു, ആളെ കാണിക്കാൻ വേണ്ടി അറിവ് പഠിച്ചു, ആളെ കാണിക്കാൻ വേണ്ടി അത് പഠിപ്പിച്ചു, ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചു. ഇങ്ങനെ റിയാഇന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളെ പ്രത്യേകമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടവനായിട്ടായിരിക്കും വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന ഒരു രീതി ഇസ്ലാമുണ്ട്. പിന്നെ പലരും പറയുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ, ആഗ്രഹമാണല്ലോ. ഒരാൾക്ക് തല കുത്തിയിട്ട് തവാഫ് ചെയ്യുന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ചെയ്യല. എന്തിനാണ് ആഗ്രഹിക്കണം? ധാരാളം സൗകര്യങ്ങളുണ്ട്. അത് ആളുടെ ആഗ്രഹം പോലെ നടന്നോട്ടെ, അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ നാളെ ഒരുത്തം പറയാണ്, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പല ആൾക്കാർ പല രീതിയിലാണല്ലോ ഇന്നത്തെ രീതിയിൽ തല കുത്തിയിട്ട് എന്ത് ചെയ്യണം, മേപ്പോട്ട് കാല് നീട്ടിയിട്ട് തവാഫ് ചെയ്യണം. ഒരാൾ ആഗ്രഹം അതങ്ങനെ ചെയ്യാൻ പോലാണോ? അതല്ല ഇസ്ലാം എന്ന് പറഞ്ഞു. ഇബാദത്തിന് അതിന് മര്യാദയുണ്ട്. ആ രീതിയിലേ ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്യരുത്. മറ്റു പല കാര്യങ്ങളും ആയിക്കോളട്ടെ. ഒരാൾ റോട്ടിലൂടെ എന്ത് ചെയ്യാന്ന് തലകുത്തി നടന്നോട്ടെ, പലതും കുറ്റം കിട്ടൂല, കൂലിയും കിട്ടൂല, ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. പക്ഷേ ഇബാദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഇസ്ലാമിനെ മോശമാക്കുന്ന രൂപത്തിൽ അവസ്ഥ ഉണ്ടാവാനേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അള്ളാഹു നമുക്കെല്ലാം ഹക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ഓരോ കാര്യം, ഖുർആൻ്റെ ഓരോ ആയത്തുകൾ, അതിൻ്റെ ഓരോ ആശയങ്ങൾ എല്ലാം ശരിയായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ പഠിക്കുവാനും അതേപോലെ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുകയും അവർ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ചും ഇവിടെ പടിയിലെല്ലാം നിറസാന്നിധ്യമായിരുന്ന, എപ്പോഴും വരാറുണ്ടായിരുന്ന 2 വ്യക്തികൾ, ഒന്ന് അബ്ദുറഹ്മാൻ ഖനി, പിന്നെ മുഹമ്മദ് അൻസാർ. ഈ 2 ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പോവേണ്ടവരാണ്. അള്ളാഹു അവർക്കും പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും ക്ഷമയും കൊടുക്കുമാറാവട്ടെ. അവരിൽ നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽപ്പെട്ട ആരെല്ലാം ഏതെല്ലാം നിലയിൽ പ്രയാസപ്പെടുന്നുണ്ടോ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നുണ്ടോ, വീടിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടോ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് എല്ലാവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. എല്ലാ ആഴ്ചയും പറയുന്ന പോലെ പള്ളിയുടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഓരോരുത്തരും പോക്കറ്റിൽ നിന്നാണ്. അള്ളാഹുവാണ് നടത്തുന്നത്, അത് നമ്മളിലൂടെയാണ്. അതുകൊണ്ട് കാര്യമായിട്ട് സഹകരിക്കണമെന്ന് അവസാനമായി നല്ല ക്ഷമയോടുകൂടി എന്ത് ചെയ്യുക, നല്ലോണം ക്ഷമ ഉള്ളിൽ പോക്കറ്റ് വെക്കാനല്ല ക്ഷമ, നിങ്ങൾ ഊരാൻ വേണ്ടി ക്ഷമ വരട്ടെ, എടുക്കാൻ വേണ്ടി ക്ഷമിക്കുക നല്ലോണം എന്നത് ചെയ്യുക. കാര്യമായിട്ട് എല്ലാവരും അള്ളാഹുവിനെ വിചാരിച്ച് സഹകരിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. എല്ലാവിധ പ്രയാസങ്ങളും പോവാൻ അസ്സദഖത്തു റദ്ദുൽ ബലാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് സദഖ ചെയ്താൽ പ്രത്യേകിച്ചും അത് പരിഹരിക്കപ്പെടുന്നതാണ്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك التواب الرحيم وأقم الصلاة.